ഹലോ, മൈട്ടാണോ? ആണല്ലോ. എന്റെ പേര് മുത്തലക്ഷ്മി. ഇന്നലെ രാത്രി ഒരു പടം വരുന്ന കണ്ടിട്ട് എന്റെ മകന്റെ ബോധം പോയി. എങ്ങനെയെങ്കിലും സഹായിക്കണം. സിനിമയുടെ പേരെന്താ? കോട്ടക്കുളം പയ്യൻസ്. എത്ര മണിക്കൂർ പോയി? 1 മണിക്കൂർ 31 മിനിറ്റും. വിഷമിക്കണ്ട ചേച്ചി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടത്തിന്റെ പേരാണ് കൊട്ടക്കുളം പയ്യൻസ്. കൊട്ടക്കുളം എന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ കോളനി നിവാസികളുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് കൊട്ടക്കുളം പയ്യൻസ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നെല്ലാം അകന്നുനിന്ന് സ്വന്തം കോളനിയെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരുപറ്റം മനുഷ്യരുടെ ജീവിതകഥ പച്ചയായി. കുറെ നേരായല്ലോ. ഒരിക്കൽ ഒരു കൂട്ടം നരാധമന്മാരാൽ ആക്രമിക്കപ്പെട്ട് കാലക്രമത്തിൽ പതിയെ അവരുടെ പുതിയ തലമുറയിലൂടെ കോളനിയുടെ പഴയ പ്രതാപത്തിന്റെ വീണ്ടെടുപ്പ് സ്വപ്നം കാണുന്നു. സമീപ ഗ്രാമങ്ങളിലുള്ളവരെല്ലാം ജയപരാജയങ്ങൾ അവരെ തെല്ലും സ്പർശിച്ചതേയില്ല. അതെന്താ? അവരൊന്നിലും പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? കൊട്ടക്കുളത്തുകാർ നൃത്തച്ചുവടുകളെ നെഞ്ചോട് ചേർത്ത് എന്നും മത്സരങ്ങളുടെ പാതയിലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. നുണക്കുഴി വിരിയുന്ന കവിളിണകളും കരിമഷി എഴുതിയ മിഴിയിണകളുമുള്ള ധാരാളം നുണക്കുഴി വിരിയുന്ന കവിളിണകളും കരിമഷി എഴുതിയ മിഴിയിണകളുമുള്ള ധാരാളം സുന്ദരികളാൽ സമ്പന്നമാണ് കൊട്ടക്കുളം. ഇതിപ്പോ അവസാനം വരെ ഈ കാർട്ടൂൺ കാണിച്ചു പറ്റിക്കാനാണോ പരിപാടി? ഇവിടെയും പ്രണയത്തിന്റെ തുടിപ്പുകൾ അതിന്റെ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നു. ഇവിടെയും പ്രണയം പൂത്തുലഞ്ഞു നിൽക്കുന്നു. നിന്റെ താടിക്ക് ഞാൻ തീ കൊളുത്തുന്നു. അവർ വരികയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊട്ടക്കുളത്തിന്റെ കഥയുമായി. ഇയാള് പിന്നെ എന്തോ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ? ഒരു ഡാൻസ് പ്രോഗ്രാമിലൂടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഈ പാന്റിന്റെ മേലെ പാവാട ഇട്ട ചേട്ടനാണ് നമ്മുടെ പടത്തിലെ നായകൻ. എന്താടാ നീ പാടുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വേണ്ട, പോടാ, വാടാ, ബോണ്ട. അതെ അതെ, അതാണ് നല്ലത്. ഈ ഡാൻസ് പെർഫോമൻസ് കണ്ട് ഏതോ ഒരു ചേച്ചി കരയുകയാണ്. എങ്ങനെ കരയാതിരിക്കും? ഇതൊക്കെ ഡാൻസ് ആണോ? അങ്ങനെ 10 ടീമുകൾ മാറ്റുരച്ച സിനിമാറ്റിക് ഡാൻസ് മത്സരം ഇവിടെ സമാപിക്കുകയാണ്. ഓ, ഇത് സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കൊട്ടക്കുളം പയ്യൻസ്. അങ്ങനെ സമ്മാനം കൊട്ടക്കുളം പയ്യൻസിന് കിട്ടിയിരിക്കുകയാണ്. ഈ ചേച്ചി നായകന്റെ അമ്മയാണ്. ഇവന്റെ അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. അച്ഛന്റെ ആഗ്രഹം സാധിച്ചല്ലോ, നമുക്ക് പോവാം. A few moments later. അമ്മേ, ആരാണ് എന്റെ അച്ഛൻ? അതായത് അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാനാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. പക്ഷെ ഇവന് അച്ഛൻ ആരാന്ന് അറിയില്ല. അപ്പൊ ആദ്യം അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അമ്മേ, ആരാണ് എന്റെ അച്ഛൻ? ആ പുള്ളിക്ക് ഇപ്പൊ ഫീൽഡിൽ വരാൻ താല്പര്യമില്ല. അങ്ങനെ അമ്മ ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് തുടങ്ങുമ്പോ ഏതോ ഒരു വീട് കാണിക്കും. വീടിന്റെ മുന്നിൽ കുറെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഈ മൂദേവി എന്റെ മൂത്ത മകനെ കൊന്നു. രണ്ടാമത്തെ മകനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇയാളാണ് എന്റെ റൂമിലേക്ക് വന്ന് കേറി. അപ്പൊ ഈ സ്ത്രീയാണ് കാറിന്റെ ഉള്ളിൽ ഇരുന്ന് ഫ്ലാഷ് ബാക്ക് പറയുന്ന അമ്മ. ഞാൻ പലപ്പോഴും മരിക്കണമെന്ന് വിചാരിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഈ മോള് വിചാരിച്ചിട്ടാ ഒന്നും ചെയ്യാത്ത. അങ്ങനെ വീട്ടിലത്തെ വഴക്ക് കാണാൻ വേണ്ടി വന്ന ഒരു ഹാജിയാര് അവരെയും ആ കുട്ടിയെയും സ്വന്തം വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. ഈ ഹാജിയാർക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ. അയാൾ എന്നെ കഷ്ടപ്പാടിലാണ് ജീവിക്കണത്. അതും ശരിയാ. ഒന്നാമത് ഓക്ക് ഒരു പണിയില്ല. നമ്മള് കണ്ടറിഞ്ഞ് നിക്കണം. നമ്മളെ തണലല്ലേ ഓള് ജീവിക്കണേ. ദേ അവര് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് കണ്ട. ഒന്ന് നിർത്ത് നിങ്ങളെ. അവര് കേട്ട എന്താ വിചാരിക്കുക? നമ്മളെ തണലല്ലേ ഓള് ജീവിക്കണേ. അതുകൊണ്ട് നമ്മള് കണ്ടറിഞ്ഞ് നിക്കണം. അല്ല മോളെ, നക്ഷത്രമോൾ അവിടെ അകത്തുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഹാജിയാര് ഒരു ജോലിയുടെ കാര്യം പറയുകയാണ്. ഇന്ന് പത്രത്തിലൊരു വാർത്ത ഉണ്ടായി, വീട്ടിൽ കുത്തിരുന്ന് പൈസ ഉണ്ടാക്കാൻ. വീട്ടില് കുത്തിയിരുന്നിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, പണിയെടുക്കണം.
എന്തോ ഒരു ഗ്രോഫ്റ്റോ ക്രാഫ്റ്റ് കരകൗശല. മോക്ക് അതിന് താല്പര്യമുണ്ടോ? നല്ല വരുമാനം കിട്ടും. എനിക്കിഷ്ടപ്പാ. ഉം. എനിക്കും ഇഷ്ടപ്പച്ചി. എന്നാ എനിക്കും ഇഷ്ടാ. എന്നാങ്കൾ രണ്ടാളും കൂടി ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചാൽ. ഹാജിയാർ എന്താ വിചാരിച്ചതെന്ന് വെച്ചാ ഇവര് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ നോക്കാനും മകളെ നോക്കാനൊക്കെ ഒരു വരുമാനം ആവൂലോ. അതാണ് ഹാജിയാർ ഉദ്ദേശിച്ചത്. The next day. മോളെ പതുക്കെ. ഇതെന്താ തേങ്ങ ചെറുകാണോ? A few moments later. ഇവിടെ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നുണ്ടോ? യെസ് മാഡം. സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? എത്ര ഫീസ് വരുന്നേ? ഹാജിയാരെ കഞ്ഞിക്ക് വകല്ലാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ ജോലിയുടെ കാര്യം എടുത്തിട്ടത്. എന്നിട്ട് ഇപ്പൊ ഇവര് സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ പോകണത്ര. സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? ഇനി അതിന്റെ ഫീസ് ആരടയ്ക്കും? ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവിടേക്ക് അയാൾ കടന്നു വരുന്നത്. നാളെ കോമ്പറ്റീഷനാണ്. ഫുൾ ടീം വരണം, ഫുൾ സപ്പോർട്ടും ചെയ്യണം. എനിക്ക് എന്റെ കൊച്ചുമോളെ വേണം. അവളാ ഈ തറവാടിന് അവകാശി. അമ്മ പറയുന്നത് കേക്ക് മോനെ. താൻ പോടോ. അയ്യോ, നീ ഇതുവരെ റെഡിയായില്ല? ഇല്ല ചേച്ചി, ഉപ്പച്ചിക്ക് ഇന്നലെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു. എന്നാ ഉപ്പച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് വേണ്ട. ചിലപ്പോ ആള് രക്ഷപ്പെട്ടാലോ അല്ലേ? മോള് പോയി പറഞ്ഞോ? ഓ പറഞ്ഞു. എന്നാ ഞാനും ഒന്ന് പോയി പറഞ്ഞു വരാം. വേണ്ട, വാപ്പച്ചിനോട് ഞാൻ പറഞ്ഞോളാം. ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഈ പെണ്ണ് ഹാജിയാരെ കാണാനേ സമ്മതിക്കണില്ലല്ലോ. കൊന്നോ? അങ്ങനെ കോഴ്സിനും ഡാൻസിനും ചേരാനായി അവരിറങ്ങിയപ്പോഴേക്കും ഒരു ഫോൺ കോൾ. ഹലോ. ആ മോളെ, ഞാനിപ്പോ വരാം. ഒന്ന് വേഗം EMS ഹോസ്പിറ്റലിലേക്ക് പോവോ? EMS ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ എവിടെ വന്നത്? അതൊന്നും ഞങ്ങള് കേട്ടില്ലല്ലോ. അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. കോഴ്സിന് കൊടുക്കാൻ കാശില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാവണം ഹാജിയാര് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. മോള് ചെറുപ്പമല്ലേ, ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഇങ്ങനെയാണോ ചേച്ചി ഒരാളെ ആശ്വസിപ്പിക്കുക? ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും. പാത്തുവിനെ ഒറ്റയ്ക്ക് നിർത്തി പോവാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ്. അങ്ങനെ പാത്തുവിനെ കൊണ്ട് താത്ത പോയി. ഈ അമ്മയും മകളും ഒറ്റയ്ക്കായി. ഹാജിയാര് മരിച്ച സങ്കടത്തിൽ പിറ്റേന്ന് തന്നെ തന്റെ മകളെയും കൊണ്ട് ഡാൻസ് പഠിക്കാൻ പോവുകയാണ് അമ്മ. വഴിയിൽ വെച്ച് വീണ്ടും അയാൾ അതിന്റെ ഇടയിൽ വേറൊരു ഗുണ്ട. ഇയാളാണ് ഉടുമ്പ്. അതായത് ഇയാള് മനുഷ്യനാണ്. ഇയാളുടെ പേരാണ് ഉടുമ്പ്. വിഷ്ണു ഒരു ഡാൻസ് മാസ്റ്റർ ആണ്. 1 2 1 2. ഇതിനു മുന്നേ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. ഒരു ചാനൽ ഷോ ഉണ്ട്, മോളെവിടാൻ താല്പര്യമുണ്ടോ? അതിനെന്താ, ഒരു പ്രശ്നമില്ലല്ലോ. നാളെയല്ലേ ഷൂട്ട്? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? ഇതെന്താടാ മാലാക വരുണ്ടോ? ശിവനെ, ഇത് യാത് ജില്ല. ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ, നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണരുത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതാരാന്ന്? ഇതാണ് ഇവന്റെ കാമുകി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവൻ ആരാന്ന്? ഇവനാണ് ഇവളുടെ കാമുകൻ. ഇതിലിങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നക്ഷത്രമോള് വയ്യാതെ ആശുപത്രിയിലായി. അവിടെയും അവർക്ക് കൂട്ടായി അവനുണ്ട്. ഇതൊക്കെ എപ്പോ? അറിയാതെ ഞാൻ വിഷ്ണുവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എല്ലാം കൈമാറി. എന്താ കൈമാറിയത്? അങ്ങനെ വിഷ്ണു ആ കുടുംബം ഏറ്റെടുത്തു. അതും പറഞ്ഞുകൊണ്ട് ആ അമ്മ മരിച്ചു. എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അവര് ചത്തിട്ടില്ല. അത് ശരി, ചത്തില്ലായിരുന്നോ? ഓ ഉതിർந்த ஒத்த கூந்தலில நான் பட்டம் ஆன ஓந்தாவணி வீசும் காத்துல. ആരെങ്കിലും ചത്ത? അപ്പോഴാണ് മറ്റൊരാൾ കഥയിലേക്ക് കടന്നു വരുന്നത്. പീറ്ററിന് വയ്യ. പക്ഷെ എന്തിനാണ് അയാൾ ഇങ്ങനെ വെയിലത്ത് ഉണക്കാട്ടിക്കണെന്ന് എനിക്കറിയില്ല. വീട്ടിന്റെ ഉള്ളിൽ കയറ്റി കടത്തിക്കൂടെ? മഴയൊക്കെ വന്ന് എന്താ ചെയ്യാ? ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിഷ്ണുവിന്റെ വീട്ടിൽ വന്നതാ. നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടിലോ?
അതെ. എന്താ പറ്റിയത്? അതറിയണമെങ്കിൽ കൊട്ടക്കുളത്തിന്റെ ചരിത്രം അറിയണം. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ മോളെ. എവിടുന്നാ? വിഷ്ണുവിന്റെ വീട്ടിലേക്കാണോ? ഈശ്വര, വീണ്ടും അതേ ചോദ്യം. നോക്കുമ്പോ അവിടെ വെച്ച് ഉടുമ്പിന്റെ ആൾക്കാര് ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഓണങ്ങളെ നിരക്ക് കൈ കൊണ്ടിരിക്കുന്നത്. അത് മണത്തെറിഞ്ഞ വിഷ്ണു കോടാലിയും എടുത്ത് എങ്ങോട്ടോ പാഞ്ഞു. തെരുവിൽ കിടന്ന് നായ മാതിരി സണ്ട പോടാമേ, മുതല്ല വീട്ടിക്ക് വാടാ. സാധാരണ ഗുണ്ടകളുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടി ഇടി വെട്ട് കൊല അതൊക്കെ വരുന്നതായിരിക്കും. പക്ഷെ കൊട്ടക്കുളത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡാൻസ് കോമ്പറ്റീഷൻ ആണ്. ഈ പിള്ളേരുടെ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ പോലത്തെ ഒരു പരിപാടി. അതില് കപ്പടിക്കുന്നവർക്ക് മാത്രമേ കൊട്ടക്കുളത്ത് വിലയുള്ളൂ. സോ ഈ വിഷ്ണു ഉടുമ്പ് ഈ ഗുണ്ടകളൊക്കെ ഇല്ലേ, കപ്പടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പരിശ്രമിക്കുകയാണ്. ഓ വാവ്, നല്ല തൊലിഞ്ഞ കഥ. നീ ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കണ എന്റെ ജിംബ്രൂട്ടാ? ഒന്നുമില്ലണ്ണാ, அந்த பொண்ணு செம்ம கட்டை. വിഷ്ണു, അവൾ അവളവ് പെരിയ നാട്ടുകട്ടയാ. കൗണ്ടറേ, അത് ഞങ്ങളോട് വേണ്ട, വാടാ. സ്വന്തം ഭാര്യനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കുണ്ട പറയാണ്, കൗണ്ടറെ അത് ഞങ്ങളോട് വേണ്ടത്രേ. കൗണ്ടറേ, അത് ഞങ്ങളോട് വേണ്ട. ഈ കൗണ്ടർ ഉടുമ്പിന്റെ ആളാണ്. നീ മീൻ വാങ്ങിച്ചോ? ഇയാളെ ഇനി ഉള്ളിക്ക് കടത്തിയില്ലേ? എന്താണ് പീറ്ററേട്ടാ, സുഖല്ലേ? അതെ, ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം സുഖല്ലേന്ന്. ഏതറവൻ? പീറ്ററേട്ടാ, ഇതാരാ പീറ്ററേട്ടാ, ഒരു പുതിയൊരാള്? എത്ര പ്രാവശ്യമായി ഈ ചോദ്യം ചോദിക്കുന്നേ? ഒന്നുമില്ല സാർ. എന്തു പറ്റിയതാ? അത് വലിയൊരു കഥയാണ്. ശരി, പറഞ്ഞു തൊലക്കി. അതായത് തുടക്കത്തിൽ കാറിന്റെ ഉള്ളിൽ വെച്ച് അമ്മ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ് മകന്റെ അടുത്ത്. ആ ഫ്ലാഷ് ബാക്കിന്റെ ഉള്ളിൽ വരുന്ന മറ്റൊരു ഫ്ലാഷ് ബാക്ക് ആണ് ഈ ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക്. വിഷ്ണുവിന് അച്ഛനില്ല, അമ്മയായിരുന്നു അവനെല്ലാം. പിന്നെ കൊട്ടക്കുളത്തുള്ള ഉണ്ടംപൊരി ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇയാള് പറയണത് കേൾക്കാൻ നിന്ന ബാഹുബലി പോലെ 2 പാർട്ടായിട്ടിരുന്ന് കാണേണ്ടി വരും. ഈ വിഷ്ണുവിന് ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു. വിഷ്ണുവിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. വിഷ്ണുവിന്റെ അമ്മേനെ ഏതോ ഒരു ഗുണ്ട ഉപദ്രവിച്ചു. ആ അപമാനം കാരണം വിഷ്ണുവിന്റെ അമ്മ പോയി സൂയിസൈഡ് ചെയ്തു. അതോടെ അനാഥനായ വിഷ്ണുവിനെ നോക്കാൻ കരുത്തുള്ള മറ്റൊരാൾ കഥയിലേക്ക് വന്നു. പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്, അത്രയ്ക്ക് വലിയ കരുത്തൊന്നുമില്ല. ഒരു കാലം അവരടിച്ചൊടിച്ചതാ. തന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായ അതേ ആള് തന്നെ കുറച്ചു കഴിയുമ്പോ വിഷ്ണുവിനെ ഏറ്റെടുക്കാൻ വന്ന ആളെ കുത്തിക്കൊല്ലും. അവിടെ വെച്ച് പീറ്ററിന്റെ ഒരു ഫൈറ്റ്. ഇയാളുടെ ഫൈറ്റ് തന്നെ ഉണ്ട് അരമണിക്കൂർ. ഒരു ഇടി ഇടിക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ടേ കൈ അടുത്ത പഞ്ചായത്തിൽ പോയിട്ട് വരണം. എന്ത് ലേഖാണ്. ഇവനിപ്പോ ഛർദിക്കോ? തന്റെ ഉറ്റ സുഹൃത്തിനെ കുത്തിക്കൊന്ന ആളോട് പകരം ചോദിക്കാൻ പീറ്റർ വെട്ടുകത്തി എടുത്ത് പുറപ്പെടുകയാണ്. അതായത് ഗുണ്ടകൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇയാള് തന്നെ ഒരു കാര്യമില്ലാതെ ആ കാറിന്റെ ഉമ്മർത്ത് പോയി നിന്നു. ഇയാള് വിചാരിച്ചു അവര് വണ്ടി നിർത്തുന്നു. അവർക്കിപ്പോ അതല്ല പണി, അവരങ്ങോട്ട് നെഞ്ഞത്തൂടെ കയറ്റി. അങ്ങനെ നമ്മുടെ പീറ്റർ ആശാൻ കിടപ്പിലായി കഴിഞ്ഞിട്ടും ഇയാളെ കൊണ്ടുള്ള ശല്യം തീർന്നില്ല. ഇയാള് നമ്മുടെ ചെറിയ വിഷ്ണുവിന്റെ കയ്യിൽ ഒരു വലിയ കത്തി വെച്ചിട്ട് പറയാണ്, നീ പോയി കൊന്നിട്ട് വരാം. കേട്ട പാതി കേൾക്കാത്ത പാതി കൊച്ചു ടിവിയിൽ ബാലവീർ കണ്ട ആവേശത്തിൽ ആ ചെക്കൻ കത്തിയും വാങ്ങി ഗുണ്ടയെ വെട്ടി അങ്ങോട്ട് കൊന്നു. അങ്ങനെയാണ് നമ്മുടെ വിഷ്ണു വലിയ ഗുണ്ടയായിട്ട് മാറിയത്. ഇതാണ് ഫ്ലാഷ് ബാക്ക്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ. ഇല്ല. അപ്പൊ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. പകുതി മുക്കാലും ആരും കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. എണീക്ക് ഉറങ്ങിയവർക്ക് എണീക്ക്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, ബാക്കിയെങ്കിലും കേക്ക്. ഇതിന്റെ ഇടയിൽ ഏതോ ഒരു കലന്തൻ ഹാജി വിഷ്ണുവിന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാ വിഷ്ണു ഡാൻസ് കോമ്പറ്റീഷനിൽ തോക്കണം. അതിനു വേണ്ടിയിട്ട്. എടോ മരമണ്ട, അയാളിപ്പോ ആ ഡാൻസ് കളിച്ചാലും അയാൾ തോക്കും. ബുദ്ധിയുള്ള ആരും അയാളെ ജയിപ്പിക്കില്ല. പറഞ്ഞ പോലെ തന്നെ വിഷ്ണു തോറ്റു, കപ്പ് കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാ? ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് കട്ട എടുത്ത് തലയിൽ വെച്ചോ. എന്താന്ന് വെച്ചാ ഇനി ഞാൻ പറയാൻ പോണ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് കലങ്ങും. കാരണം എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല, എന്താ എടുത്തു വെച്ചിക്കണെന്ന് ഇവർക്കും അറിയില്ല. സംഭവം എന്താന്ന് വെച്ചാ കലന്തൻ ഹാജിയുടെ കയ്യിൽ നിന്ന് പെങ്ങളെയും കൂട്ടി വിഷ്ണു നേരെ വീട്ടിലെത്തി. നോക്കുമ്പോ വിഷ്ണുവിന്റെ മകളെ ആരോ തട്ടിക്കൊണ്ട് പോയിക്കണു. അങ്ങനെ അവളെ രക്ഷിക്കാൻ പോവാണെന്നും പറഞ്ഞ് വിഷ്ണു പുറപ്പെടുമ്പോഴേക്കും വിഷ്ണുവിന്റെ പെങ്ങള് തൂങ്ങിച്ചത്തു. അങ്ങനെ മകളെ രക്ഷിക്കാൻ വിഷ്ണു തന്റെ ടീമായിട്ട് കളത്തിലേക്ക് ഇറങ്ങി. അവസാനം വിഷ്ണു ഉടുമ്പിനെ കൊന്നു. വിഷ്ണുവിന്റെ മോള്
വിഷ്ണുവിനെ കൗണ്ടറിന്റെ ഏതോ ഒരാള് കൊന്നു. അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷം പുറത്താരോ വന്നിട്ടുണ്ട്. ആവൂ, ഇയാൾ എപ്പോഴെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയില്ലോ? സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ കയറി കടക്കാൻ ഇയാൾക്ക് 18 വർഷം വേണ്ടി വന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ആ കപ്പ് ഈ വർഷം നമുക്ക് തിരിച്ചു പിടിക്കണം. ഇപ്പൊ ഈ കോളനി ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ അച്ഛൻ. ഇത്രയും കിട്ടിയതൊന്നും പോരാ അവന്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. കാറ് നിന്നു. നോക്കുമ്പോ കാറിന്റെ ഫ്രണ്ടിൽ സോംബികളെ പോലെ ആരൊക്കെയോ വന്ന് നിൽക്കാണ്. പേടിക്കണ്ട, ഇത് നമ്മുടെ കൊട്ടക്കുളത്തെ വിഷ്ണുവിന്റെ പഴയ ഗാങ്ങാണ്. എവിടെ ഞങ്ങളുടെ വിഷ്ണുവിന്റെ മകൻ? നിന്നെ ഞങ്ങൾക്ക് കൊട്ടക്കുളത്തേക്ക് വേണോടാ. അങ്ങനെ ആ ചെക്കന്റെ ഭാവി കൂടി തൊലഞ്ഞു. എന്റെ മോനെ അവന്റെ അച്ഛന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ വിട്ടു. നിങ്ങളൊരു അമ്മയാണ്. ഇനി അവനെ കൊട്ടക്കുളത്ത് തപ്പിയ കിട്ടില്ല. വല്ല പൊട്ടക്കുളത്തിലും പോയി തപ്പേണ്ടി വരും. കൗണ്ടറിന്റെ ആൾക്കാർ വെട്ടി എരിഞ്ഞിട്ടുണ്ടാവും. ബിരിയാണി കട്ട് വേണോ, കറി കട്ട് വേണോ? പടം 1 മണിക്കൂറും 31 മിനിറ്റുമാണ്. പക്ഷെ 1 മണിക്കൂറും 16 മിനിറ്റും കൊണ്ട് പടം കഴിഞ്ഞു. ബാക്കിയുള്ള സമയത്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പേര് കാണിക്കുകയാണ്. അവഞ്ചേഴ്സിന്റെ പിന്നിൽ പോലും ഇത്രയും പിന്നണി പ്രവർത്തകരുണ്ടാവില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിന്റെ തുടക്കവും അവസാനമൊക്കെ എന്താ? ആരൊക്കെയാണ്? അവരാരെങ്കിലും ആയിക്കോട്ടെ സാർ. ഈ ജാതി അപരാധത്തിനൊക്കെ ആരാണ് പൈസ ഇറക്കണത്? போகுதுந்த ஒத்த கூந்தலில நான் பட்டம் ஆன